നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഇന്ന് വളരെ സന്തോഷമായ ഒരു വാർത്തയുണ്ട്. ഡോൺ മിസ് ഇറ്റ്. ഒന്ന് കേട്ട് നോക്കണം. ഒരു 2-3 മിനിറ്റ്. ക്ലാസ്, നമ്മുടെ ഇംപ്രൂവ്മെന്റ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. 29ാമത്തെ വോളിയം, 29ാമത്തെ വീഡിയോ ആയി. ഇപ്പം പതുക്കെ ആ ഒരു ആളിക്കത്തിലൊക്കെ നിന്നു ആദ്യ കാണുന്നതിൻ്റെയൊക്കെ ഒന്നൊന്ന് കുറഞ്ഞു. കാരണം നമുക്ക് സത്യസന്ധമായി ഇപ്പം ആർക്കായാലും തോന്നാം നമുക്കൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഇമ്പ്രൂവ്മെന്റ്, +1 ഇമ്പ്രൂവ്മെന്റ് അന്നേരം ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പോകേണ്ടത്, ഏത് പഠിക്കണം, +2 പഠിക്കണോ, +1 പഠിക്കണോ, എല്ലാം ഒരു തലയിൽ കയറി അങ്ങ് വല്ലാത്ത അവസ്ഥ. സ്കൂളിലെ വർക്ക് ലോഡ് ഒരു രക്ഷയില്ല. ഗൂഗിൾ മീറ്റ്, പിന്നെ യൂട്യൂബ് വീഡിയോ ഇതെല്ലാം കാണാം. ഇതിനൊക്കെ ചെറിയ ചെറിയ പരിഹാരം, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ്, കാര്യമായ ഒരു സർപ്രൈസ്. അത് ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം കുറേ എനിക്ക് വാട്സപ്പിനകത്ത് കുറേ കുട്ടികളുടെ കലാപരമായ സൃഷ്ടികൾ അയച്ചു തരുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ പെയിന്റിങ് പോലുള്ളത്. അന്നേരം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അയച്ചു തന്നൊരു കലാപരമായ ഒരു സൃഷ്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടപ്പെടും. ഒരു പെയിന്റിംഗ് ആണ് അത്. പല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. മ്യൂറൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, ഓയിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ സാധാ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ പേര് ഇതാണ്, ഗായത്രി എന്നാണ് പേര്. എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻറ്റോടാണ്. അത് ചേർത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലുള്ള ഗായത്രി എന്ന് പറഞ്ഞ കുട്ടിയാണ്. നല്ല ഗംഭീരമായിട്ട് പടം വരയ്ക്കും, അടിപൊളിയായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. പഠിത്തം മാത്രമല്ല, നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകളും നമ്മുടെ ബൂസ്റ്റപ്പ് ചെയ്യണം. ഗായത്രിക്ക് ആദ്യമേ ഒരു സൂപ്പർ ഹൈ, അടിപൊളിയായിരിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റങ്ങളെല്ലാം നന്നായിരിക്കട്ടെ. അന്നേരം ഗായത്രിയുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ഗിരീഷ് ഫിസിക്സിന്റെ ഒരു ഹൈ കേട്ടോ. അന്നേരം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം കലാപരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇതുപോലുള്ള പെയിന്റിങ്, നമുക്ക് ഓരോ സെക്ഷനായിട്ട് തിരിക്കാം. പെയിന്റിങ് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. അത് സ്വന്തം കലാസൃഷ്ടി എടുത്ത് ഒരാൾ സ്വന്തമായിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെയോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ ഒന്നും ആയിരിക്കും. നിങ്ങളുടെ തന്നെ വരയ്ക്കുന്ന ഇഷ്ടം പോലെ കേരളത്തിലെ കുട്ടികളുണ്ട്. അതിൽ നമ്മൾ ഓരോ വട്ടം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് എടുത്തിട്ട് ഒരുപാടിലധികം ബെസ്റ്റ് എടുത്തിട്ട് പലപ്പോഴായിട്ട് വരും. പലപ്പോഴായിട്ട് അത് നമുക്ക് അയച്ച് വീഡിയോ ആയിട്ട് ഞാൻ വ്യാഴാഴ്ച എൻ്റെ ചാനലിനകത്തൂടെ അത് ഉറപ്പായിട്ടും റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പെയിന്റിങ്സ് എല്ലാം അത് വേണം, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ വേണം, സ്കൂള് വേണം, ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങളെ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ അറിയപ്പെടും, അല്ലെങ്കിൽ ഞാനൊരു എറണാകുളത്തോ കോഴിക്കോട്ടോ മലപ്പുറത്തോ ഒക്കെ അറിയപ്പെടുന്ന പോലെ നിങ്ങളും അറിയപ്പെടണം. നല്ല ആൾക്കാർ, എല്ലാ കുട്ടികളാണെങ്കിലും അത് അറിയപ്പെടേണ്ടത് തന്നെയാണ് ഉറപ്പായിട്ടും, സംശയമില്ല. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്: പേര്, സ്കൂള്, ഡിസ്ട്രിക്റ്റ്, പിന്നെ പ്രൊഫൈൽ ഫോട്ടോ, പിന്നെ നിങ്ങൾ വരച്ചേക്കുന്ന ആ ഫോട്ടോസ് കൃത്യമായിട്ടും അയക്കാം. അതെല്ലാം ഒരു വീഡിയോ, ഒരുപാട് പേരുടെ വീഡിയോ ആയിട്ട് നമുക്കൊരു വ്യാഴാഴ്ച 5 മണിക്ക്, അടുത്ത വ്യാഴാഴ്ച 5 മണി, നവംബർ 4 5 മണിക്ക് നമ്മളത് ഒരു അടിപൊളിയായിട്ട് അത് നമുക്ക് ചെയ്യാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അത് കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുട്ടികൾക്ക്
പ്രത്യേകിച്ച് പരിഗണന. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, എന്നിട്ട് ഇത് അയച്ചു തരിക. എൻ്റെ ഈ പറഞ്ഞേക്കുന്ന നമ്പറിലേക്ക് 9447015114 ഈ നമ്പറിലേക്ക് തന്നെ അയച്ചു തരിക. ബുധനാഴ്ച ഉച്ച വരെയുള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നത്. വ്യാഴാഴ്ച 5 മണിക്കാണ് വീഡിയോ. ബുധനാഴ്ച ഉച്ച വരെയുള്ളത് എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, അന്നേരം അത് ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. അന്നേരം അതിനെക്കുറിച്ച് ക്ലിയർ ആയല്ലോ, ഇനി ഡൗട്ടുകൾ വേണ്ട. ഇനി രണ്ടാമത്തെ പഠിത്തത്തിന്റെ കാര്യത്തിലേക്ക് വരാം. പെട്ടെന്ന് പഠിത്തം അടിപൊളി ഉഴപ്പം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഉഴപ്പാണ് അല്ലേ. എങ്ങനെയൊക്കെ ഉഴപ്പാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഉഴപ്പാണ്. കാരണം ഒരു ആദ്യത്തെ ചൂടങ്ങ് പോയി. ഇനി ഒരു പരീക്ഷ ഡേറ്റ് വരുമ്പോഴൊരു എപ്പോഴും കയറി പഠിത്തമുണ്ട്. അങ്ങനെ പഠിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം പഠിച്ചു വെക്കേണ്ടത് അങ്ങ് പഠിച്ചു വെക്കണം, അതങ്ങ് പഠിച്ച് ക്ലിയർ ആയിട്ട് വെക്കണം. അത് ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓക്കെ ആവാം. ഓക്കെ ആയി പോയിക്കോളൂ ഓട്ടോമാറ്റിക്കായി. ഇനി നിങ്ങൾക്കൊരു ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ഒരു രീതി. ഇപ്പം ഈ ഇമ്പ്രൂവ്മെന്റ് സമയത്ത് എപ്പോഴും എക്കാലത്ത് ഒരു സംശയം എന്ന് പറയുന്നത് ഇത് രണ്ടുകൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത് കൊണ്ടുപോകാൻ ഞാൻ കാണുന്ന ഒരു മാർഗം ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഡേറ്റ് ആദ്യം നടക്കുന്ന ഒബ്ലിക് എക്സാം ഇമ്പ്രൂവ്മെന്റ് എക്സാം ആണെന്നുള്ളതിൽ തർക്കമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അന്നേരം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നവർ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഉറപ്പായിട്ടും ചിലവാക്കുക. അല്ലാതൊരു ഒരു പോംവഴി എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയാണ് ഇമ്പ്രൂവ്മെന്റ് ക്ലാസ് വരുന്നത്. ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി കൂടുതൽ സമയം കളയുക. അല്ലാതെ ഇപ്പൊ ഞാൻ എന്റെ ഓൺലൈനിലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു മണിക്കൂറും 2 മണിക്കൂറിനും ഇടയിൽ ഫിസിക്സ് ഒക്കെ 1 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും മിനിമം എല്ലാ ദിവസവും നിങ്ങൾ +2 ടോപ്പിക്ക് നോക്കുക. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ബയോളജി, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയുള്ള വിഷയങ്ങൾ നന്നായിട്ട് 2 മണിക്കൂർ മിനിമം അങ്ങനെ എടുത്തു 2 മണിക്കൂർ ദിവസവും നോക്കുക. അതൊരു ചിട്ടയായിട്ടുള്ള ഇതാക്കുക. ബാക്കിയുള്ള കൂടുതൽ സമയങ്ങൾ ഞങ്ങളോട് ഇത്രയും വർക്കൊക്കെ പിന്നെ ഞങ്ങൾ എവിടെ സമയം നമ്മൾ കണ്ടെത്തണം അല്ലേ. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ തേച്ചും എനിക്ക് ഇങ്ങനെ കണ്ട് വീഡിയോസ് എല്ലാം കണ്ട് തേച്ചും എനിക്ക് അത് ക്ലിയർ ആക്കി കൂടുതൽ പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മാക്സിമം ചെയ്യുക. ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞില്ല +1 +2 തീരുന്നവരെ കാണും. അന്നേരം അത് നല്ലൊരു ചാൻസ് ഉണ്ട്. 2 മണിക്കൂർ ഫിസിക്സ് പഠിക്കാനുണ്ട്. 2 മണിക്കൂർ ഉണ്ട്. ഇപ്പൊ എന്റെ ഓൺലൈനിലെ കുട്ടികൾക്ക് ഒരു വീഡിയോ കിട്ടിയതിനു ശേഷം 1/2 മണിക്കൂറൊക്കെ ആയിരിക്കും, 30-35 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിന്റെ താഴെ ആയിരിക്കും. അവർക്ക് അത് കണ്ടിട്ട് ഒരു 1/2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ആ രീതിയിലായിരിക്കും ഞാൻ വീഡിയോ അവർക്ക് കൊടുക്കുന്നത്. അന്നേരം അതിന്റെ കൂടെ കാര്യം ഞാൻ പറയാം. നവംബർ 5 ഞാൻ ക്ലോസിംഗ് ഡേറ്റ്. നവംബർ 5 കൊണ്ട് ഞാൻ +2 അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ വീഡിയോസ് ഇനി മുതലുള്ള പല വ്യാഴാഴ്ചകളിലും നമ്മൾ നിങ്ങളുടെ പല കലാപരമായ സൃഷ്ടികളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇത് കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ പല അറിയപ്പെടാത്ത കലാകാരന്മാരെയും നമുക്ക് ഹയർ സെക്കൻഡറി വരെയുള്ള +1 +2 കലാകാരന്മാരെ നമ്മൾ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗ്രീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിലൂടെ നമുക്ക് മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്തിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ അറിയപ്പെടേണ്ടവരാണ് ഒരുപാട് പേര്. എനിക്ക് തന്നെ അറിയാം, ഇഷ്ടം പോലെ പേരുണ്ടത്. അന്നേരം ഓക്കെ, അന്നേരം അത് അടിപൊളിയാക്കുക. അന്നേരം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ലാസ്റ്റ് ടോപ്പിക്കുകളിലേക്ക് കയറി ഒരു 70% ടോപ്പിക്ക്, അതിന് ഒരു 30% ടോപ്പിക്കുകളുണ്ടെങ്കിൽ നമുക്ക് തീർന്നു. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ ആണെങ്കിൽ. ബെർണോളിസ് തിയറം, ക്യാപിലാരിറ്റി, എക്സസ് പ്രഷർ, ഇൻസൈഡ് ഡ്രോപ്പ്, ഇങ്ങനെ കുറെ ടോപ്പിക്കുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിപ്പിക്കും. നന്നായിട്ട് ക്ലാസ് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക വിത്ത് ഡയഗ്രാംസ്. ഓക്കെ, അത് നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. ഇത്രയും കാര്യം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുമായിട്ട് പ്രത്യേകിച്ചും കലാപരമായ സൃഷ്ടികൾ അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പഠിത്തത്തെ മോശമാക്കാത്ത രീതിയിൽ, ക്ലാസ്സിന് ഒരിക്കലും ബാധകമാകാത്ത രീതിയിൽ ഞാനത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഗിരീഷ് സാർ ചെയ്തു തന്നിരിക്കും, ഗിരീഷ് മാഷ് ചെയ്തു തന്നിരിക്കും, ഉറപ്പാണ്. ഓക്കെ, ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വൃത്തിയായിട്ട് ചെയ്തിരിക്കും. ഓക്കെ, അത് നമുക്കിനി ക്ലാസ്സിലേക്ക് കയറാം. ഓടി ചാടി കേൾക്കൂ. ഓക്കെ, അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ടോപ്പിക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന 3 ടോപ്പിക്കിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയിരുന്ന കുറെ ടേംസുകളുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഏകദേശമൊക്കെ ഒന്ന് പഠിക്കുന്ന കുട്ടികൾക്കും ബെർണോളിസ് തിയറം, ക്യാപിലാരിറ്റി നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന 2 കാര്യങ്ങളാണ്. എല്ലാം പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നാലും ചിലവർ
ഇതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില അധ്യാപകർ അത് മിസ്ഗൈഡ് ചെയ്യും. ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇത് ഇമ്പോർട്ടൻറ്റ്, ഇത് പഠിച്ചാൽ മാർക്ക് കിട്ടും, ഇല്ല, ഒരിക്കലും അല്ല. നന്നായിട്ട് എല്ലാം പഠിക്കുക നിങ്ങൾ, അതാണ് ഏറ്റവും ആവശ്യം. +2 പിന്നെയും ചോയ്സ് പറയാം, +1 ഒന്നും ചോയ്സ് പറയാനേ പറ്റത്തില്ല. അന്നേരം ഈ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? പാസ്കൽസ് ലോ, ക്യാപിലാരിറ്റി, ബെർണോളിസ് തിയറം, ടെർമിനൽ വെലോസിറ്റി, ഇങ്ങനെയുള്ള ഒരു 4 പഠിച്ചോണോ. ഈ 4 ചോദിച്ചില്ലെങ്കിൽ അയ്യോടാ എന്തോ പറ്റി, ചതച്ച് കളഞ്ഞില്ല ദൈവം ഞാൻ ഇത്രയും പഠിച്ചിട്ട്. അങ്ങനെ നമ്മൾ പഠിക്കാത്ത ഒരുപാട് പോർഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം വിട്ടുകളയുകയും ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ പോർഷൻസിൽ ഒരെണ്ണമാണ് പ്രഷർ, എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അതിന്റെ 3 കേസ് ഉണ്ട്, അത് പറയാം. പിന്നെ ടോറിസെല്ലീസ് ബാരോമീറ്റർ, ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് വേണം. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ നമുക്ക് ചോയ്സ് കിട്ടുമല്ലോ. ചോയ്സ് ചിലപ്പോൾ കിട്ടത്തില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോയ്സ്. 5 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന്, പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. സമയം കളയണ്ട, സമയം എടുത്ത് പക്ഷെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, അന്നേരം derive an expression for pressure, excess pressure. Derive an expression for excess pressure inside a drop. അതൊരു കേസ്. രണ്ടാമത്തെ, inside a bubble in free space. മൂന്നാമത്തെ, inside a bubble in a liquid. ഒരെണ്ണം പഠിച്ച ബാക്കി 2 എളുപ്പമാണ്, ഈസിയാണ്. പക്ഷെ ആദ്യത്തെ നന്നായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് എങ്ങനെയൊക്കെ കിട്ടിയെന്ന് ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതെ നമുക്ക് വൃത്തിയായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ ഫിഗറിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ ഡ്രോപ്പ്. നിങ്ങൾ എന്നെക്കാട്ടി നന്നായിട്ട് പടം വരയ്ക്കുക കേട്ടോ. ഇതാണ് ഡ്രോപ്പ്, ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണ്. ലിക്വിഡ് ഡ്രോപ്പിനകത്ത് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഫോഴ്സ് കാണും. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാണും. അതിനകത്തൊരു സർഫസ് ടെൻഷൻ കാണും. എസ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആയിട്ട് എടുക്കുക. പി എന്ന് പറയുന്നത് പ്രഷർ ആയിട്ട് എടുക്കുക. ഈ ഡ്രോപ്പിന്റെ റേഡിയസ്, എന്തായാലും ഡ്രോപ്പിന്റെ റേഡിയസ് കാണും, R ആയിട്ട് എടുക്കുക. ഇനി ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. എക്സസ് പ്രഷർ കൊടുക്കുമ്പോഴത്തേന് കിട്ടിയ ഡ്രോപ്പ് ആണ് വേണ്ട ഇത്. ഇതിനെ നമുക്ക് ഇനീഷ്യൽ ഡ്രോപ്പ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഫൈനൽ ഡ്രോപ്പ് എന്ന് എടുക്കാം. ഫൈനൽ അന്നേരം ഇതിനൊരു എക്സസ് പ്രഷർ കൊടുത്താൽ ഇപ്പം അതിന്റെ റേഡിയസ് ഒന്ന് കൂടിയതാണ് DR എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പടമായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കണം. നല്ല സെൻട്രലായിട്ട് നല്ല വൃത്തിയായിട്ട് പടം വരയ്ക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു ഇനീഷ്യൽ ഡ്രോപ്പ്, അതിന്റെ ഫോഴ്സ് F ആണ്, അവിടുത്തെ സർഫസ് ടെൻഷൻ S ആണ്. ഒന്നും ഇല്ലാതെ ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും ഡിനോട്ട് ചെയ്ത് വൃത്തിയാക്കണ്ട. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P ആണ്, അവിടുത്തെ റേഡിയസ്, ഡ്രോപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. എക്സസ് പ്രഷർ കൊടുക്കുമ്പോഴത്തേന് അവിടെ ഒരു ഡ്രോപ്പ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, അതാണ് അടിക്കാണ് ഫൈനൽ ഡ്രോപ്പ്. അതിന്റെ റേഡിയസ് ഒന്ന് ഇൻക്രീസ് ചെയ്തതാണ് DR എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. ആണ് ആദ്യം ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. F is equal to P into A. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ഓർക്കണം. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. എക്സസ് പ്രഷർ ഇൻസൈഡ് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്, P ആണ് കണ്ടുപിടിക്കേണ്ടത്. F is equal to P into A. പലരും അറിയിക്കും ഇത് എവിടെ നിന്ന് വന്നു സാർ ഇക്വേഷൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പ്രഷർ is equal to ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ വാ, പ്രഷർ is equal to ഫോഴ്സ് ബൈ ഏരിയ. അതിൽ നിന്ന് ഫോഴ്സ് is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തായി P into A. F is equal to P into A. ഇനി അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയി ഓരോ സ്റ്റെപ്പും ഞാൻ പഠിപ്പിച്ചു പോകുന്നത് നല്ല ശ്രദ്ധിച്ചിരിക്കണേ. രണ്ടാമത് F is equal to P into A എന്ന് പറയുന്ന ഏരിയ. ഇതൊരു സ്ഫിയറിന്റെ ആകൃതിയല്ലേ, സ്ഫെറിക്കൽ. ഒരു സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പറഞ്ഞിരിക്കണം 4πr². ഇവിടുത്തെ റേഡിയസ് സ്മോൾ r ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏരിയക്ക് പകരം സ്ഫിയർ ആയതുകൊണ്ടും ഇത് 4πr² ഏരിയ ഓഫ് ദി സ്ഫിയർ. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി. F is equal to P into ഏരിയക്ക് പകരം 4πr², ഇക്വേഷൻ നമ്പർ 1. ഇനി ഇവിടുന്ന് ഞാൻ ഇച്ചിരി വർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ഡ്രോപ്പിൽ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് അല്ലെ, ചെറിയൊരു വർക്ക് ചെയ്യുമ്പോഴാണ്. ആ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ചെറിയ വർക്ക് ആയതുകൊണ്ട് ഞാൻ DW എന്ന് എഴുതി, ഈക്വൽ F ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ചെറിയ റേഡിയസ് എന്ന് പറയുന്നതാണ് DR. അത് ഇക്വേഷൻ നമ്പർ 2 ആയി.
ഇത്രയും വരെ ഈ 3 സ്റ്റെപ്പ് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? നമ്മളൊരു ചെറിയ വർക്ക് ചെയ്തു. DW ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത് F ഇൻറ്റു ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ആ ചെറിയ റേഡിയസ് എന്ന് പറയുന്നത് dr. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2 എന്ന് പറഞ്ഞാൽ ഈ F ഇൻറ്റു dr, അതായത് നമുക്ക് ഈ എഫിന്റെ സ്ഥാനത്തോട്ട് P ഇൻറ്റു 4πr² കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2 എഫിന്റെ സ്ഥാനത്ത് നമ്മൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് P ഇൻറ്റു 4πr². എന്നിട്ട് നോക്കി ഇക്വേഷൻ DW ഇസ് ഈക്വൽ ടു എഫിന്റെ സ്ഥാനത്തോട്ട് ഇവനെ തട്ടി P ഇൻറ്റു 4πr² ഇൻറ്റു dr. ഇക്വേഷൻ നമ്പർ 3. ഇവിടെ വരെ ക്ലിയർ. ലെങ്തി ഡെറിവേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകണം. ഇത്രയും വരെ ക്ലിയർ ആയി. അടുത്ത ഞാൻ എടുത്തേക്ക് നോക്കി ഇനീഷ്യൽ സർഫസ് ഏരിയ ഓഫ് ദി ഡ്രോപ്പ്. സിമ്പിൾ. ഇനീഷ്യൽ സർഫസ് ഏരിയ ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². അങ്ങനെയാണെങ്കിൽ ഫൈനൽ സർഫസ് ഏരിയ ഓഫ് ദി ഡ്രോപ്പ്, ഇതിന്റെ രണ്ടിന്റെയുടെ ഫൈനൽ സർഫസ് ഏരിയ, ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി ആദ്യം ഇനീഷ്യൽ സർഫസ് ഏരിയ 4πr². അങ്ങനെയാണെങ്കിൽ ഫൈനൽ സർഫസ് ഏരിയ ചോദിക്കുന്നത് 4π ഇൻറ്റു r പ്ലസ് dr ദി ഹോൾ സ്ക്വയർ. കാരണം ഇതിന്റെ തന്നെ r ഉണ്ട്, ഇതിന്റെ dr ഉണ്ട്. അങ്ങനെ ഫൈനൽ വരുമ്പോൾ രണ്ടും കൂടെ കൂട്ടണമല്ലോ. അന്നേരം r പ്ലസ് r² പകരം r പ്ലസ് dr. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനീഷ്യലിന്റെ r ആണ്, ഫൈനലിന്റെ dr ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഫൈനൽ കിട്ടുന്നത്. അന്നേരം r പ്ലസ് dr, r² ആയതുകൊണ്ട് r പ്ലസ് dr ദി ഹോൾ സ്ക്വയർ. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് ഞാൻ ടിക്ക് ചെയ്തു. ഓക്കെ വാ. ഇനി ഫൈനൽ സർഫസ് ഏരിയ ഓഫ് ദി ഡ്രോപ്പ്, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² പ്ലസ് 2ab പ്ലസ് b². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ സർഫസ് ഏരിയ ഓഫ് ദി ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു 4π ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്ത r പ്ലസ് dr ദി ഹോൾ സ്ക്വയർ r² പ്ലസ് 2r dr പ്ലസ് dr². അത്ര എഴുതിയിട്ടുള്ളൂ. എന്ത് സിമ്പിൾ ആണ്. dr². ഓക്കെ, ഈ dr എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാണ്. dr² എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാണ്. അന്നേരം നമുക്ക് അതിനെ നിഗ്ലക്ട് ചെയ്യാം. കാരണം അത്രമാത്രം ചെറുതായിട്ടുള്ള നമുക്ക് വേണ്ട. അന്നേരം dr² അങ്ങ് നിഗ്ലക്ട് ചെയ്തു ഇറ്റേ. ഒരു ബാക്കി എന്ത് വരും? ഫൈനൽ സർഫസ് ഏരിയ നമ്മളൊന്ന് വൃത്തിയാക്കി എഴുതി 4π ഇൻറ്റു r പ്ലസ് 2r dr² എന്ന്. ഇത്രയും വരെ സ്റ്റെപ്പുകൾ എന്റെ എല്ലാ മക്കൾക്കും എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടിച്ചു പൊളിച്ച്. ഇനി ഒരിക്കലും വിട്ടു പഠിക്കാത്ത, ഒരിക്കലും കളയാത്ത ടോപ്പിക് ആയിരിക്കണം ഏത് എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ്. അതിന്റെ ഒരു തുടക്കമായി പെട്ടെന്ന് നമുക്ക് തീർക്കാം. ആ 3 കേസുകളും തീർന്നാൽ വൃത്തിയായിട്ട് പഠിച്ചിട്ട് അടുത്ത ടോപ്പിക് കേട്ടോ. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, അന്നേരം നമുക്ക് ബാക്കി സ്റ്റെപ്പുകളിലേക്ക് പോകാം. നിങ്ങൾ ഈ ബോർഡ് എഴുതിയേക്കുന്നത് കണ്ടുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതി പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അടുത്ത നമ്മള് ഇനീഷ്യൽ സർഫസ് ഏരിയയും ഫൈനൽ സർഫസ് ഏരിയയും നമ്മൾ എഴുതി കൃത്യമായിട്ട് പറഞ്ഞു. ഇനി ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, അത് നമ്മളുള്ള ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എടുക്കാം? ഫൈനൽ സർഫസ് ഏരിയ മൈനസ് ഇനീഷ്യൽ സർഫസ് ഏരിയ. ഫൈനൽ സർഫസ് ഏരിയ മൈനസ് ഇനീഷ്യൽ സർഫസ് ഏരിയ. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഫൈനൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ച മുമ്പേ 4π r² പ്ലസ് 2r dr മൈനസ് ഇനീഷ്യൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4π r². ഓക്കെ വാ, പറഞ്ഞല്ലേ? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ 4π ഇൻറ്റു r². 4π r² എന്ത് രസമാണ്. 4π ഇൻറ്റു 2r dr. 4π ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8π, ബാക്കി r dr 8π r dr. പിന്നെ ബാക്കി കിടക്കുന്ന മൈനസ് 4π r². ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് വെട്ടിക്കളിക്കാൻ. 4π r² മൈനസ് 4π r² വെട്ടിക്കളിച്ചു. അന്നേരം ബാക്കി ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും? 8π r dr. ഓക്കെ, ഇത്രയും ക്ലിയർ. 4 സ്റ്റെപ്പ് ക്ലിയർ ആയേ? അടുത്ത DW ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. അത് നമ്മൾ വിചാരിക്കും അത് സാറേ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റെപ്പിലോട്ട് കയറി. ഈ സ്റ്റെപ്പ് എങ്ങനെയാ വന്നതെന്ന് ഞാൻ ഡീപ്പായിട്ട് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അത് നോക്കി ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് എങ്ങനെ കിട്ടി നോക്കി. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചു. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ബൈ ഏരിയ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ
വർക്കിന് തുല്യമാണ്. കാരണം വർക്കും എനർജിയും സെയിം ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിന് തുല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു, ആ ക്ലാസ്സിൽ തന്നെ വേറൊരു ക്ലാസ്സിൽ പഠിച്ചു, സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. സർഫസ് എനർജി സർഫസ് ടെൻഷനും ഈക്വലാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം വർക്ക് എന്ന് കൊടുക്കാം. വർക്ക് ബൈ ഏരിയ. സർഫസ് എനർജി ഈസ് ഈക്വൽ വർക്ക് ബൈ ഏരിയ. അതിൽ നിന്ന് വർക്ക് ഈസ് ഈക്വൽ ടു W is equal to സർഫസ് എനർജിക്ക് പകരം നമുക്ക് സർഫസ് ടെൻഷൻ, കാരണം സർഫസ് എനർജി സർഫസ് ടെൻഷൻ ഈക്വൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ. ഇതാണ് നമുക്ക് വേണ്ടപ്പെട്ട ഇക്വേഷൻ. അല്ല ചുമ്മാതെ ഗിരീഷ് സാർ ഇങ്ങോട്ട് ചുമ്മാ ഇക്വേഷൻ എഴുതിയല്ല. അന്നേരം ആ വർക്ക് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ. അതിനൊന്നും ചെറിയ മാറ്റമേ ഉള്ളൂ. DW is equal to ചെറിയ വർക്ക് ആയതുകൊണ്ട് DW is equal to സർഫസ് ടെൻഷൻ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയക്ക് പകരം ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. കണ്ടിത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഈ സ്റ്റെപ്പ് ക്ലിയർ ആകണേ. വർക്കിന് പകരം DW is equal to എക്ക് പകരം ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ക്ലിയർ? DW is equal to ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയക്ക് പകരം നമുക്ക് കണ്ടു കൊടുക്കാമല്ലോ, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച 8πr/dr ഇൻറ്റു സർഫസ് ടെൻഷൻ വരെ നമുക്ക് S എന്ന് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇക്വേറ്റിംഗ് 3 and 4. 3 എന്ന് പറയുന്നത് DW is equal to നിങ്ങൾ നോക്കിയാൽ മതി 4πr²dr. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് സെയിം ആവുമ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് വരും P ഇൻറ്റു 4πr²dr is equal to ഇക്വേഷൻ 4ന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 8πr/dr ഇൻറ്റു S. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? പലരും ഇങ്ങനെ എഴുതി വരുമ്പോഴേ ഞാൻ ആലോചിക്കും എന്ത് കണ്ടുപിടിക്കണം. അവിടെ ചെന്ന് നിൽക്കും. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എക്സസ് പ്രഷർ P ആണ്. P is equal to 8πr/dr into S by 4πr²dr. അന്നേരം ഏതൊക്കെ നമ്മൾ ക്യാൻസൽ ആക്കണം? നിങ്ങൾക്ക് അടുത്ത ഇഷ്ടമുള്ള സ്റ്റെപ്പ് വെട്ടി കളിക്കാൻ 8ഉം 4ഉം ഇവിടെ 2 വെട്ടി. അടുത്ത് പൈയും വെട്ടി. 6ഉം ഇവിടെ ഒരു 6ഉം വെട്ടി. എന്നിട്ട് ഇവിടെ ഒരു 6 ഉണ്ടേ, DRഉം വെട്ടി. മൊത്തം ഒരു കൊലപാതകം കഴിഞ്ഞ പോലുണ്ട്. ഓക്കെ, അന്നേരം P is equal to ബാക്കി എന്തുകൊണ്ട് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു S ഉണ്ട്, അന്നേരം 2S മണ്ടയ്ക്കുണ്ട്, ഇവിടെ അവശേഷിക്കുന്ന ഒരു 6 ഉണ്ട്. അന്നേരം നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഫൈനൽ ഇക്വേഷൻ P is equal to 2S/r. വളരെ 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിലേ മാർക്ക് തരത്തുള്ളൂ. ഓക്കെയോ? നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. കഷ്ടപ്പെടാൻ ഇപ്പോൾ സമയമുണ്ട്. കഷ്ടപ്പെട്ട് പഠിക്കണം. അന്നേരം സ്റ്റെപ്പുകൾ കുറച്ച് എനിക്ക് 3-4 സ്റ്റെപ്പായിട്ട് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ചോദിച്ചാൽ അതൊന്നും മാർക്ക് കിട്ടത്തില്ല. 2 മാർക്ക് കിട്ടാൻ പോകും, അല്ലെങ്കിൽ 1 മാർക്ക് 1.5 മാർക്ക് കിട്ടാൻ പോകും. അന്നേരം ഇതിന്റെ ഈ 2 കേസ് പഠിക്കാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ കേസ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ, പിന്നെ ബബിൾ ഇൻ ഫ്രീ സ്പേസും ബബിൾ ഇൻ എ ലിക്വിഡ്. പെട്ടെന്ന് പറയാം, അതിന് ഒരു 2 മിനിറ്റ് എടുത്താൽ മതി. 2 മിനിറ്റ് എടുക്കത്തില്ല. ഓക്കെ, അന്നേരം ക്ലിയർ ആയേ? പുറത്തോണം എഴുതി പഠിക്കണം നന്നായിട്ട്. ഓക്കെ, അന്നേരം ബാക്കി 2 കണ്ടീഷൻസ് കൂടെ പഠിച്ചിട്ട് നമുക്ക് എക്സസ് പ്രഷറിന്റെ അങ്ങ് തീർക്കാം. അന്നേരം നമ്മൾ ഇപ്പം ഡിറൈവ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച എന്താണ് എക്സസ് പ്രഷർ, ഡിറൈവ് ആൻഡ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പിന്റെ ആണ്. രണ്ടാമത്തെ കേസ് വളരെ സിമ്പിൾ. ഞാൻ എന്റെ നോട്ടിനകത്ത് ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. അത്രയൊന്നും എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. നിർബന്ധമുള്ളവർ അത് നല്ലപോലെ ഡിറൈവ് ചെയ്ത് പഠിക്കുക. ഇൻസൈഡ് എ ബബിൾ ഇൻ ഫ്രീ സ്പേസ്. ഇൻസൈഡ് എ ബബിൾ ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ ഒരു ബബിളിന് 2 സർഫസ് ഉണ്ട്. എത്ര സർഫസ് ഉണ്ട് അത് നിങ്ങൾ എഴുതിയാൽ മതി. എ ബബിൾ ഹാസ് 2 സർഫസ്. അന്നേരം നമുക്ക് സാധാരണ ഉള്ള ഇക്വേഷൻ അറിയാമല്ലോ, P is equal to 2S/r. സിമ്പിൾ ആയിട്ട് 2 സർഫസ് ഉണ്ടെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക. അല്ലാതെ സ്റ്റെപ്പുകളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് നോട്ടകത്ത്. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി. നമുക്ക് കിട്ടുന്നത് P is equal to 2S into 2 4S/r. പ്രോബ്ലത്തിനകത്തൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കേസുകളും. അടുത്ത ഇൻസൈഡ് എ ബബിൾ ഇൻ എ ലിക്വിഡ്. കണ്ടോ, ഇൻസൈഡ് എ ബബിൾ ഇൻ എ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയാൽ മതി. ഇത് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പുമായിട്ട് ഇക്വേഷൻ ആയിട്ട് സെയിം ആണ്. അന്നേരം എക്സസ് പ്രഷർ inside a bubble in a liquid is similar to the excess pressure inside a drop. That drop in application എന്താണ്? P is equal to 2 same pitch ആണ്. P is equal to S/r. രണ്ടും സെയിം pitch ആയി കളിച്ചു. അന്നേരം ഏതൊക്കെയാണ്? ഇൻസൈഡ് എ ഡ്രോപ്പും ഇൻസൈഡ് എ ബബിൾ ഇൻ എ ലിക്വിഡും സെയിം ഇക്വേഷൻ P is equal to S/r. ഇൻസൈഡ് എ ബബിൾ ഇൻ ഫ്രീ സ്പേസ് മാത്രം 2 സർഫസ് ഉള്ളതുകൊണ്ട് P is equal to 4S/r. അന്നേരം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിനെ അത്രമാത്രം
ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. കാരണം ഒരുപാട് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇനിയുണ്ട്. അന്നേരം ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക, നല്ലപോലെ എഴുതി പഠിക്കുക. അല്ല ഒരു രക്ഷയില്ല, എഴുതി പഠിച്ചേ പറ്റൂ, നിങ്ങൾക്ക് മാർക്ക് പോകരുത്. ഇതാണ് പബ്ലിക് എക്സാം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതാം, എഴുതി പഠിച്ചിരിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ടോറിസെല്ലീസ് ബാരോമീറ്ററും ഓപ്പൺ ട്യൂബ് ബാരോമീറ്ററും. അത് ഇത്ര വലിയ സംഭവമാണ്, വലിയ ഡെറിവേഷൻസ് സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ടോറിസെല്ലീസ് ബാരോമീറ്റർ. ടോറിസെല്ലീസ് തിയറം ഒക്കെയാണ്, അത് നമ്മൾ ബെർണോളിസ് തിയറത്തിനകത്ത് പഠിക്കും. ടോറിസെല്ലീസ് തിയറം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടോറിസെല്ലീസ് ബാരോമീറ്റർ എന്താണ്? ഈ ബാരോമീറ്റർ അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ. ഇതൊരു 3 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ പടം വരച്ച് വൃത്തിയായിട്ട് എഴുതാനുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്നേരം ബാരോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. What is meant by barometer? A barometer is an instrument used to measure atmospheric pressure. Atmospheric pressure measure ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് എന്ത്? ബാരോമീറ്റർ. അന്നേരം നമുക്ക് പടത്തിലേക്ക് വരാം. എന്താണ് ബാരോമീറ്റർ എന്ന് പറഞ്ഞു. ടോറിസെല്ലീസ് ബാരോമീറ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പടം വരച്ചു. ഇതൊരു ഗ്രാജുവേറ്റഡ് ഹാർഡ് ഗ്ലാസ് ട്യൂബാണ്, നല്ല ഹാർഡായിട്ടൊരു ഗ്ലാസ് ട്യൂബാണ്. 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ ലെങ്ത് ആണ്. ഒരു ബീക്കർ എടുത്തു, അതിനകത്ത് മെർക്കുറി നിറച്ചിട്ടുണ്ട്. മെർക്കുറിയാണ് നിറച്ചിരിക്കുന്നത്, മെർക്കുറിയാണ്. വിത്തൗട്ട് എനി എയർ ബബിൾസ്. ഈ വാക്കുകളെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, എന്നിട്ട് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. വിത്തൗട്ട് എനി എയർ ബബിൾസ്. എയർ ബബിൾസ് ഇല്ലാതെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ഒരെൻഡ് ഇവിടെ ക്ലോസ്ഡ് ആണ്, ഒരെൻഡ് ഇവിടെ ഓപ്പൺ ആണ്. ആ ട്യൂബിന്റെ ഒരെൻഡ് എപ്പോഴും ഓപ്പൺ ആണ്, ഒരെൻഡ് ക്ലോസ്ഡ് ആണ്. സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി മെർക്കുറി ഇൻ ദി ട്യൂബ്, ഹൈറ്റ് ലെവൽ ഇൻ ദി മെർക്കുറി ഇൻ ദി ട്യൂബ് ആണ്. ക്യാപിറ്റൽ എച്ച് എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ. നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അന്നേരം ഒന്നുകൂടെ പറയാം, ബാരോമീറ്റർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇനി ടോറിസെല്ലീസ് ബാരോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ഗ്രാജുവേറ്റഡ്, ഇങ്ങനെ തന്നെ എഴുതുന്നേ, ഗ്രാജുവേറ്റഡ് ഹാർഡ് ഗ്ലാസ് ട്യൂബ് ഓഫ് ലെങ്ത് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ. അതിനകത്ത് എന്താണ് നിറച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മെർക്കുറി ആണ് നിറച്ചിരിക്കുന്നത് വിത്തൗട്ട് എനി എയർ ബബിൾസ്. എന്താണെന്ന് അറിയോ? ഇതിപ്പോ എന്റെ ഇരിക്കുന്നത്, നിങ്ങൾ അസ്യൂം ചെയ്യും, എന്റെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിനകത്തോട്ട് ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്, താഴെ ക്ലോസ്ഡ് ആണ്. ഇവിടെ എന്തായാലും ഓപ്പൺ ആണ്. അതിനകത്തോട്ട് ഞാൻ മെർക്കുറി ഒഴിക്കാന്ന് ഇരിക്കാം, മെർക്കുറി ഒഴിക്കാം. മെർക്കുറി ഇങ്ങനെ ഒഴിക്കുന്നു. സ്വാഭാവികമായിട്ടും മെർക്കുറി ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് പോകത്തില്ല. എന്നിട്ട് ഞാൻ എന്താ അറിയോ, ഇതാണ് തമ്പ്. തമ്പ് വെച്ച് ഞാൻ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം, തമ്പ് വെച്ച് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ താഴെ ഒരു ബീക്കർ വെക്കുക. ഇത് കൃത്യമായിട്ട് വീഴാൻ വേണ്ടി ഒരു ബീക്കർ വെക്കുക. ഇത് ഈ ട്യൂബിന്റെ മണ്ടയ്ക്ക് ഓപ്പൺ ആയിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ തമ്പ് വെച്ച് ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ചാണ്ട് ആ ബീക്കറിനകത്തോട്ട് ഇതങ്ങ് ഒഴിക്കും. അങ്ങനെ ഒഴിക്കുമ്പം നമ്മുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എയർ ബബിൾസ് ഒന്നും ഇല്ല, നല്ലപോലെ ആ മെർക്കുറി ലെവൽ നമുക്ക് കിട്ടും. എന്നിട്ട് ആ മെർക്കുറി ലെവലിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അന്നേരം ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഒരുപാട് അങ്ങ് എഴുതി അങ്ങ് വൃത്തിയിടാക്കേണ്ട ആവശ്യമില്ല. അന്നേരം ബാരോമീറ്റർ എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് എന്താണെന്ന് പറഞ്ഞു, മെർക്കുറി ആണെന്ന് പറഞ്ഞു, അതിനകത്ത് ഒരെൻഡ് ഓപ്പണന്റ് ആണോ, ഒരെൻഡ് ക്ലോസ് ആണ്, വിത്തൗട്ട് എനി എയർ ബബിൾസ് ആയിരിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് ടൈറ്റ്ലി ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ പതുക്കെ അത് ബീക്കറിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ മെർക്കുറിയുടെ ഹൈറ്റിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാൻ പോവാം. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗിവൺ ബൈ H is equal to H rho G. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്, അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ഞാൻ ഓരോ ഇത് പറയാം, ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞത് വേറൊരു പോർഷനിൽ പഠിക്കേണ്ടതാണ്. H is equal to H rho G അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. H എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി മെർക്കുറി ഇൻ ദി ട്യൂബ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഇവിടെ മെർക്കുറിയുടെ ഡെൻസിറ്റി ആണ്, G എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. H അറ്റ്മോസ്ഫിയറിക് പ്രഷർ, small h height of the mercury level, rho density of the mercury, G acceleration due to gravity. ഇനി ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അറ്റ് സീ ലെവൽ വെച്ചാണ് നമ്മൾ പറയുന്നത് ഹൈറ്റ് ഓഫ് ദി മെർക്കുറി ഇൻ ദി ട്യൂബ് H is equal to 76 സെന്റിമീറ്റർ. നമ്മൾ 1 മീറ്റർ ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ സീ ലെവൽ വെച്ച് നോക്കുമ്പോൾ അത് 76 സെന്റിമീറ്റർ ഉള്ളൂ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. 76 സെന്റിമീറ്റർ നമ്മൾ എടുക്കുന്നുള്ളൂ. 76 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ മീറ്റർ ആക്കുമ്പോൾ 76
ബൈ അത് നമുക്ക് എത്രയിലേക്ക് വരും? 0.76 സെന്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻². അങ്ങനെ 76 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.76 മീറ്റർ, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെൻസിറ്റി ഓഫ് മെർക്കുറി അത് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തു. റോ ഈസ് ഡെൻസിറ്റി ഇതിനോട് ലെറ്റർ ആണ്. 13.6 ഇൻറ്റു 10⁻³ കിലോഗ്രാം മീറ്റർ⁻³ യൂണിറ്റ് ഒക്കെ വരാനുള്ള കാരണം ഡെൻസിറ്റിയുടെ മാസ് ബൈ വോളിയം, മാസിന്റെ കിലോഗ്രാം, വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്. അത് മീറ്റർ ക്യൂബ് മുകളിൽ പോകും മീറ്റർ⁻³ റോ ഈസിക്കൽ 13.6 ഇൻറ്റു 10⁻³ ജി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഏക വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്നിട്ട് ഈ വാല്യൂ എല്ലാം കണ്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അറിയോ, ഇത്രയും നമ്മൾ പടം ഒന്ന് വരച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാൻ പറ്റും, കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ അറിയാം, H ഈസിക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസിക്കൽ H ഈസിക്കൽ H⁻G. എച്ചിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, റോയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.76 മീറ്റർ ആണ്, അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ, മീറ്ററിൽ എഴുതാറുള്ളൂ 0.76 മീറ്റർ. റോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി 13.6 ഇൻറ്റു 10⁻³ ആണ്. അത് കൃത്യമായിട്ട് 10⁻⁴ പോലും തെറ്റരുത്. ഓക്കെ, പിന്നെ ജിയുടെ വാല്യൂ 9.8. ഇതെല്ലാം കൂടെ നമുക്കങ്ങ് ഗുണിക്കാം. H ഈസിക്കൽ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് H ഈസിക്കൽ ടു ക്യാപിറ്റൽ H ഈസിക്കൽ ടു 0.76 ഇൻറ്റു 13.6 ഇൻറ്റു 10⁻³ ഇൻറ്റു 9.8. നിങ്ങൾ അതെല്ലാം കൂടെ ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. അന്നേരം H ഈസിക്കൽ നമുക്ക് കിട്ടുന്നത്, ഞാൻ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രഷർ പഠിച്ചപ്പം, H ഈസിക്കൽ 1.01325 ഇൻറ്റു 10⁻⁵ പാസ്കൽ കൃത്യമായിട്ട് വരും. യഥാർത്ഥത്തിൽ പ്രഷറിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റിൽ ഒന്നാണ് ഏത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്? ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ വാല്യൂ കിട്ടും. ഇത്രയും വരെ എഴുതിയാൽ 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, 2 മാർക്ക് 3 മാർക്ക്, അതിൽ മാക്സിമം 4 മാർക്ക് ചോദിക്കാതായിരിക്കും. അത് ഓരോരുത്തരുടെ അധ്യാപകർക്ക് ഇഷ്ടമാണ്. സിമ്പിളായിട്ട് ഇത് വേണം പഠിച്ചെഴുതാൻ, അല്ലാതെ ഒരു വലിയ റിസ്ക് എടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി എന്താണ് ടോർ എന്നുള്ള ഒരു സംശയം വരും. ടോർ പ്രാക്ടിക്കൽ യൂണിറ്റിൽ ഒരെണ്ണം ടോർ. ടോർ എന്ന് പറഞ്ഞാൽ ദി പ്രഷർ ഈക്വലന്റ് ടു 1 millimeter ഓഫ് മെർക്കുറി. ദി പ്രഷർ ഈക്വലന്റ് ടു 1 millimeter ഓഫ് മെർക്കുറി പറയുന്ന പേരാണ് ടോർ. TOR ടോർ. അത് ഓർത്തിരിക്കുക. 1 ടോർ ഇസ് ഈക്വൽ ടു, അത് ഞാൻ അന്ന് പറഞ്ഞാണ്, 133 പാസ്കൽ. ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞാണ്, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് വരുന്നതാണ് ടോർ. 1 ടോർ ഇസ് ഈക്വൽ ടു 133 പാസ്കൽ. 1 ബാർ ഇസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. ഇതോട് ഇതിന്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് പിടിക്കുക. അന്നേരം എന്താണ് ടോർ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രഷർ ഈക്വൽ ടു 1 millimeter ഓഫ് മെർക്കുറി ഈസ് കോൾഡ് ടോർ. 1 ടോർ ഈസ് ഈക്വൽ ടു 133 പാസ്കൽ. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. അതൊന്നും നിങ്ങൾ എഴുതാ, ഇത് ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. ഇത് ക്ലിയർ ആയല്ലോ. ടോറിസ് ബാരോമീറ്റർ. ഇനി നമുക്ക് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അതോടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പടം വരയ്ക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് അധ്യാപകമല്ല കേട്ടോ. നിങ്ങൾ പടം നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. അങ്ങനെ നമുക്ക് ഓപ്പൺ ട്യൂബ് മാനോമീറ്ററോട് പഠിക്കാം. അതുകൊണ്ട് നമുക്ക് നിർത്താം. ഉറങ്ങരുത്, ശ്രദ്ധിച്ചേക്കുക. പരീക്ഷകൾ നമുക്ക് കിട്ടുകണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. നമ്മൾ മുമ്പ് പഠിച്ചത് ടോറിസെല്ലീസ് ബാരോമീറ്റർ. ഓർത്തിരുന്നാൽ മാത്രം മതി. അതിന്റെ ഇത് ഇക്വേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം ഒന്ന് എഴുതി പിടിച്ചാൽ മതി. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, അതിന് മറ്റൊരു ഇരട്ട പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് യൂട്യൂബ് മാനോമീറ്റർ. യുവിന്റെ ഷേപ്പിലൊക്കെയാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ രീതിയിലൊക്കെ യുവിന്റെ ഷേപ്പാണ്. നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചോളാം അതൊക്കെ കേട്ടോ. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ, ഇതിനകത്ത് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ യൂട്യൂബ് മാനോമീറ്ററിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗേജ് പ്രഷറാണ്. ടു കാൽക്കുലേറ്റ് ദി ഗേജ് പ്രഷർ. എന്താണ് ഗേജ് പ്രഷർ? ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രഷറാണ്. എന്തായാലും ഒരു വെസലിനകത്ത് ലിക്വിഡ് എടുക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ ആണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അന്നേരം ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രഷർ ആണ്. അതിനുള്ള ഇക്വേഷൻ ആണ് G ഈസിക്കൽ ടു, അതൊക്കെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. G ഈസിക്കൽ H⁻G. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതൊക്കെ പറയാം. അന്നേരം നമ്മൾ ആദ്യം ഫിഗറിലോട്ട് വരുന്നു. ഫിഗർ നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കുക. ഇവിടെ ചെയ്യേണ്ടത് ഒരു യൂട്യൂബ് പോലത്തെ ഒരു യു ഷേപ്ഡ് വെസലാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഉള്ള മെർക്കുറിയാണ്. നിങ്ങൾ ഈ 2 പോയിന്റ് ഇപ്പോൾ ഓർത്തിരിക്കുക. യൂട്യൂബ് വെസൽ, അതിനകത്ത് എടുത്തേക്കുന്നത് ഹൈ ഡെൻസിറ്റി ഉള്ള മെർക്കുറിയാണ് എടുത്തേക്കുന്നത്. ഒരു ഭാഗം
ഇറ്റ് ഈസ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എഴുതിയിരിക്കുന്നത്, എച്ച് എന്നിരിക്കും. ഒരു എൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലോട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്നു, അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, അതാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് ആണ്. ഇവിടെ 2 പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. 2 പോയിന്റ് എടുത്തിട്ടുണ്ട്, എയും ബിയും. എയുടെയും ബിയുടെയും അവിടുത്തെ പ്രഷർ സെയിം ആണ്. എന്തുകൊണ്ട്? റീസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാസ്കൽസ് ലോ എടുത്തു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോയിന്റ് ഉണ്ടെങ്കിലും അവിടുത്തെ പ്രഷർ എന്താണ്? സെയിം ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതിനെ കുറിച്ചൊന്ന് പറയും. അന്നേരം എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഗേജ് പ്രഷറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഗേജ് പ്രഷറാണ്, ലിക്വിഡ് പ്രഷറാണ്, ഒരു യൂട്യൂബ് വെസലാണ്, ഹൈ ഡെൻസിറ്റി ഉള്ള മെർക്കുറി എടുത്തു. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഹൈ ഡെൻസിറ്റി മെർക്കുറി എടുത്തതിന് ശേഷം 2 പോയിന്റ്സ് എടുത്തു, എയും ബിയും. എയുടെയും ബിയുടെയും അവിടുത്തെ പാസ്കൽസ് അനുസരിച്ച് അവിടുത്തെ പ്രഷർ ഈക്വൽ ആണ്. Therefore, പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ പ്രഷർ അറ്റ് ബി. എയുടെ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പി ആണ്, ഈസ് ഈക്വൽ ടു ബിയുടെ അവിടുത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ ഓൾറെഡി എച്ച് ഉണ്ട്, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, പിന്നെ ഒരു ലിക്വിഡ് ഉണ്ട്. ഇവിടെ ലിക്വിഡിന്റെ പ്രഷർ എന്ന് പറയുന്നതാണ് എച്ച് റോ ജി. നോക്കിയേ, പി ഈസ് ഈക്വൽ ടു എയുടെ അവിടുത്തെ പി ഈസ് ഈക്വൽ ടു ബിയുടെ അവിടുത്തെ ഓൾറെഡി ക്യാപിറ്റൽ എച്ച് ഉണ്ട്, പ്ലസ് അവിടെ ലിക്വിഡ് ഉള്ളതുകൊണ്ട് എച്ച് റോ ജി. ഇക്വേഷൻ നമ്പർ 1. ഇതിന് എച്ചിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, സിമ്പിൾ സ്റ്റെപ്പ്. എച്ചിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ പി മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഇക്വേഷൻ നമ്പർ 2. ഇനി ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ തന്നെ ലിക്വിഡ് പ്രഷർ ആണ്, അതിനുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്, ജി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഇക്വേഷൻ നമ്പർ 3. ഈ ഗേജ് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് റിവിഷൻ സമയത്ത് പറഞ്ഞുതരാം. അതിനകത്തൊക്കെ വരുന്ന ഇക്വേഷൻ ഇതല്ല, ഇതൊന്ന് നോട്ട് ചെയ്തോണം. ജി ഈസ് ഈക്വൽ എച്ച് റോ ജി. ഇക്വേഷൻ നമ്പർ 3. 2ഉം 3 നോക്കി, ഒരു സൈഡ് സെയിം അല്ലേ, എച്ച് റോ ജി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേറ്റിംഗ് 2 and 3. സിമ്പിൾ. പി മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ജി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ആണ്. തിരിച്ചു എഴുതാം, ജി ഈസ് ഈക്വൽ ടു പി മൈനസ് എച്ച്. ജി എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷർ, പി സാധാരണ പ്രഷർ, എച്ച് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് സിമ്പിളാണ്. ഇതൊരു 2 മാർക്ക്, മാക്സിമം 3 മാർക്ക്. 3 ഇമ്പോർട്ടന്റ് എന്നാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് എന്നാൽ നമ്മൾ ഓർക്കേണ്ട ടോപ്പിക്കാണ് ഇന്ന് പഠിച്ച എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അതിനകത്ത് 3 കേസുകൾ നിങ്ങൾ പഠിക്കണം. മൊമെന്റ് മക്കൾ എല്ലാവരും പഠിച്ച് വച്ചേക്കണം, നന്നായിട്ട് പഠിക്കണം. ടോറിസെല്ലീസ് ബാരോമീറ്റർ, ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിന്റെ 2 ടോപ്പിക്കുണ്ട് പ്രധാനമായിട്ട്. ക്യാപ്പിലാരിറ്റിയും ബെർണോളിസ് തിയറം അതിന്റെ ആപ്ലിക്കേഷൻസും. ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 ടോപ്പിക്കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ആ 3 ചെറിയ ചാപ്റ്ററോട് ചേർത്ത് ഞാൻ ഫിനിഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പറയും. ഒരു മാർക്ക് പോകാതെ എല്ലാ കുട്ടികളും, കേരളത്തിന് അകത്തും പുറത്തുള്ള എല്ലാ കുട്ടികളും ഒറ്റ മാർക്ക് പോകാൻ ഇത് കേൾക്കണം, കണ്ട് പഠിക്കണം, നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. എപ്പോഴും സ്പാർക്ക് കിട്ടണം. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇപ്പോഴും അത് കഴിയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം മുതൽ ഇപ്പം മുതൽ പഠിക്കണം. ഒരുപാട് പേര് ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ ഓരോ ഞായറാഴ്ചയും റിപ്പോർട്ട് തരാൻ പറയുന്നുണ്ട്. എത്ര വരെ പഠിച്ചു, എത്രയാ പഠിച്ചു. സത്യസന്ധമായിട്ട് പറയാൻ പറയുന്നത്. പഠിച്ചതിൻ്റെ ഒരു ഗ്രാഫ് നമുക്കറിയാം. നന്നായിട്ട് പഠിക്കാം. ഒപ്പം +2 പഠിക്കാം. +2 ജോയിൻ ചെയ്യേണ്ടവർക്ക് എപ്പോഴും ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നവംബർ 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം. വളരെ 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 സിമ്പിളായിട്ട് വിളിച്ച് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നല്ല പ്രത്യേകിച്ച് +2 പഠിക്കുക. +2 പഠിക്കണം, നന്നായി +2 പഠിക്കണം. അന്നേരം +1 കൂട്ടിയാലേ +2 മാർക്ക് വരത്തുള്ളൂ. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ക്യാപ്പിലാരിറ്റിയും ബെർണോളിസ് തിയറമായിട്ട് വരും അടുത്ത ദിവസം. അതുവരെ വണക്കം. വണക്കമല്ല, ബൈ ബൈ, സി യു. ഓക്കെ, വാ.